പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്താണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വായനകൾ, കേൾവികൾ, സീരിയലുകൾ, അഭിനയങ്ങൾ, സിനിമകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. കോടാനക്കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1-2% വരുന്ന അസ്വസ്ഥതകളെ പർവ്വതീകരിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണെന്നാണ് പഠിപ്പിക്കണത്. സത്യത്തിൽ പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായതല്ല. സമ്പത്ത് കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങളെ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറ കഞ്ഞിയിൽ വറ്റ് തെരഞ്ഞിരുന്നവരാണ്. ഞമ്മക്കെന്ന് ആർക്കും ചോറിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ്. അതിൻ്റെ മാറ്റം എല്ലാത്തിലും ഉണ്ടാവും. അത് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൂ. അല്ലാതെ കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ട് മാറിയതോ പണ്ട് കുടുംബജീവിതം ഉണ്ടായതുകൊണ്ട് അടങ്ങാറായതോ അല്ല. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് ഇങ്ങനെയാണ്. അതിനാൽ ആ പഴയ കാലം ആവർത്തിക്കാൻ പാടില്ല. പഴയതെല്ലാം കുടുംബബന്ധം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് കുടുംബം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഫിലോസഫികൾ ഓതി 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 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കോഴ്സിൽ കീശയിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളും ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കഴിവുള്ള ആളുകളെ കൊടുന്ന് ക്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇബാദത്തുകളോട്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട്, മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിക വിശ്വാസങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുക.